Hi friends, welcome to Railway Special Series Episode 6. സോ സാർ നമ്മൾ ഇന്ന് എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? റെയിൽവേയിലെ ഏത് അഡ്വാൻറ്റേജ് ആണ് ഇന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത്? നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ആ റെയിൽവേ ഒരു വർക്ക് കൾച്ചർ അല്ലെങ്കിൽ എൻവയോൺമെന്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ റെയിൽവേ ജോബിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ ഒരു റെയിൽവേ ജോബ് കിട്ടിയിട്ട് അതിൽ നിന്ന് ലീവ് ചെയ്യുന്നവർ, അവരായിട്ട് തന്നെ വിട്ടിട്ട് പോകുന്നവർ വളരെ കുറവാണ്. ഇപ്പൊ നമ്മുടെ ഒരു നേരത്തെ ഡാറ്റ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഗ്രൂപ്പ് എയിലേക്ക് ജോലി കിട്ടിയിട്ട് പോയിട്ടുള്ളവർ വെറും 2% ആൾക്കാർ മാത്രമാണ് ആ ജോലി വിട്ടിട്ട് പോയത്. പക്ഷെ അത് ബെറ്റർ ജോബിന് വേണ്ടിയാണ് പോയത്. ഓക്കെ, ഗ്രൂപ്പ് എ എന്ന് പറയുമ്പോൾ നമുക്കറിയാം UPSC ത്രൂ ആണ് ഗ്രൂപ്പ് എയിലേക്ക്, അതായത് ഇന്ത്യൻ റെയിൽവേ സർവീസിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഓഫ് കോഴ്സ് UPSC പ്രിപ്പയർ ചെയ്യുന്നവരാകുമ്പോൾ അവർ IAS നോക്കുന്നുണ്ടാവും, IPS നോക്കുന്നുണ്ടാവും, ഇന്ത്യൻ ഫോറിൻ സർവീസ് നോക്കുന്നുണ്ടാവും. അങ്ങനെ ഹയർ പോസ്റ്റ് അവർ ആഗ്രഹിച്ച പോസ്റ്റ് കിട്ടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവർ ഈ റെയിൽവേ സർവീസ് വിട്ടിട്ട് പോകുന്നത്. അല്ലാതെ റെയിൽവേ ജോബിനായി പ്രിപ്പയർ ചെയ്ത് റെയിൽവേ ജോബിൽ കയറിയിട്ട് വിട്ടിട്ട് പോകുന്ന ആളുകൾ എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആണ്, അത്രയും കുറവാണ്. കാരണം അടിപൊളി വർക്കിംഗ് എൻവയോൺമെന്റ് അല്ലേ, പിന്നെ എന്ത് വേണം? സോ ഇതുപോലുള്ള അഡ്വാൻറ്റേജസ് ഇനിയും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ ഇനിയും വരും. സ്റ്റേ ട്യൂൺഡ്.